ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് കരിമീൻ വറുത്തരച്ചതാണ്. കരിമീൻ വറുത്തരച്ചത് അതിനുവേണ്ടി നമുക്കൊരു ഫ്രൈ പാൻ അടപ്പിൽ വെച്ച് അരമുറി തേങ്ങ അതിലേക്കിട്ട് കുറച്ച് കൊച്ചുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവായും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ചെറിയ തീയിൽ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് കൈ വിടാതെ ഇളക്കി കൊടുക്കുകയും വേണം. അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 2 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, അതേപോലെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ് ഇവ ചേർത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കണം. അതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കിത് അരച്ചെടുക്കുന്നതിനെക്കാട്ടി നല്ലോണം ഒന്ന് ചെറിയ ചൂടോടെ പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതിന് എളുപ്പമുണ്ട്. അതായിരിക്കും നല്ലത്. അതിന് ശേഷം നമുക്ക് ഒരു ചട്ടി അടപ്പത്തേക്ക് വെക്കാം. ചട്ടി അടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് അതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് ഒന്ന് വഴറ്റി റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ആ മസാല അതിനകത്തൊക്കെ ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അച്ഛനും മോനും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും ഒക്കെയാണ് നമ്മളെ പുതിയ വീഡിയോ പ്രേരണ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കുതിർത്ത് വെച്ചിരുന്ന കുടംപുളി ഇട്ട് വെക്കാം. പടക്കംപുളി എന്നൊക്കെ പറയുന്ന പുളി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ കീറിയത് അതും ഇട്ട് കൊടുത്ത് ഒരു 4 പച്ചമുളക് അതും ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അതിനുശേഷം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കരിമീൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ ആ തിളയായി കഴിഞ്ഞ് മീനൊന്ന് തിളച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മളൊരു അര തേങ്ങ പാലെടുത്തത്, ഒരു പാൽ മതി, അത് തേങ്ങാപ്പാൽ ഒരു പാലെടുത്ത് അതിൻ്റെ പാലെടുത്തത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നു. അപ്പോൾ നമ്മുടെ മീൻ അവിടെ ഇരുന്ന് പതുക്കെ ഒന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് ഒന്ന് പറ്റി റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ